ചിത്രത്തിന്റെ തുടക്കത്തിൽ ഡോക്ടർ ഹാരിസൺ എന്ന സയന്റിസ്റ്റിനെ അദ്ദേഹം ഇതുവരെ വർക്ക് ചെയ്തിരുന്ന ഹെയർകോ എന്ന കമ്പനിയുടെ ആളുകൾ പിടിക്കാനായി ഓടിക്കുന്നു. അവനെ ഒരിക്കലും വെറുതെ വിടരുതെന്ന് പറഞ്ഞ കമ്പനി സിഇഒയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഹാരിസൺ അവിടെ തൊട്ടടുത്ത് കണ്ട വാട്ടർഫോൾസിലേക്ക് എടുത്തു ചാടുവാണ്. അന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും 6 മാസം മാത്രം പ്രായമായ ആഡം എന്ന മകനും വീട്ടിൽ തനിച്ചാണ്. 12 വർഷങ്ങൾക്ക് ശേഷം ആഡം ഇപ്പോൾ ഒരു സ്കൂൾ ബോയ് ആണ്. പാവത്താനായ അവനെ ഉപദ്രവിക്കാനായി സ്കൂളിൽ 3 പേരുണ്ട്. ഇത്തവണ അവന്മാര് ഇവന്റെ തലയിലോട്ട് ബബിൾ കം എടുത്തെറിഞ്ഞാണ് എൻജോയ് ചെയ്യുന്നത്. ഈ ബബിൾ കം എടുക്കാനായിട്ട് ബാത്റൂമിൽ പോയ ആഡം അവന്റെ കാൽപാദങ്ങൾ അമിതമായി വളർന്നത് കണ്ട് പേടിക്കുവാണ്. ഇത് കൂടാതെ ഇവനെ പറ്റി രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും ക്ലിയർ ആയി അവന് കേൾക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു. ഭ്രാന്തെടുത്ത ആഡം ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ ആ 3 എണ്ണവും കൂടെ അവിടെ വന്ന് ആഡത്തെ ഇടിച്ച് അവന്റെ ബാഗും വാങ്ങി അതെടുത്തിട്ട് ബാസ്കറ്റിലേക്ക് ഇട്ടു കൊടുക്കുവാണ്. അങ്ങനെ ആഡത്തിന് അത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. വൈകിട്ട് അവൻ അമ്മയോട് പറഞ്ഞത് അവൻ കൂട്ടുകാരോടൊത്ത് കളിച്ചിട്ടാണ് മുറിവ് പറ്റിയതെന്ന്. അമ്മയ്ക്ക് അത് വിശ്വാസമായില്ല കേട്ടോ. ഈ ബബിൾക്ക് എടുക്കാൻ പറ്റാഞ്ഞ അമ്മ അവന്റെ മുടിയെല്ലാം മുറിച്ചു കളയുവാണ് ചെയ്യുന്നത്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ആഡം ഞെട്ടിപ്പോയി. ഇന്നലെ മുറിച്ച അവന്റെ മുടി ഇന്നലത്തെ അതേപോലെ തന്നെ വളർന്നിരിക്കുന്നു. അമ്മ ഇനി പേടിക്കണ്ട എന്നും കരുതി അവൻ മുടിയും വെട്ടി അമ്മയുടെ ശ്രദ്ധ തിരിക്കാൻ അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അച്ഛന്റെ തൊപ്പി എടുത്തു വരുമ്പോ അമ്മ പറഞ്ഞു, നിന്റെ അച്ഛൻ പോയതിനു ശേഷം ഇതുവരെ ആരും ആ തൊപ്പി ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് അവൻ നേരെ സ്കൂളിലേക്ക് ഇറങ്ങുന്നു. ഇതേ സമയത്ത് ഹെയർകോ എന്ന കമ്പനിയിലേക്ക് വന്ന 3 ഇൻവെസ്റ്റേഴ്സിന് കമ്പനി ടൂർ നൽകുകയാണ് കമ്പനി സിഇഒ ആയിട്ടുള്ള വാലേസ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ ക്യാമറാസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നു. ഈ കമ്പനി പുതിയതായിട്ട് ഒരു സെറം ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരൊറ്റ ഇഞ്ചക്ഷനിലൂടെ തലയിൽ നിറയെ മുടി വളർത്തുന്ന ഒരു പ്രത്യേകതരം സിറം. അതിന്റെ പണിപ്പുരയിലാണ് ഇവരെല്ലാവരും. ഇവിടേക്ക് ഇന്റേണിന് വന്ന ഒരു പയ്യന്റെ ചന്തിയിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അവന്റെ തലയിൽ മുടി വളർത്തുമ്പോൾ അത് കത്തിപ്പിടിക്കുന്നു. ഈ സിറം ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് വാലേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കൂളിലെത്തിയ നമ്മുടെ ആഡത്തെ ആ 3 പയ്യന്മാര് ചീത്ത പറഞ്ഞു. അവരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ബാഗ് ആഡമാണ് ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് ഇട്ടത് എന്നും പറഞ്ഞ പ്രിൻസിപ്പള് നമ്മുടെ ആഡത്തെയും ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പോവാണ്. അവനാണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രിൻസിപ്പള് അതൊന്നും കേൾക്കുന്നില്ല. അവനോട് ഒരാഴ്ച വീട്ടിലിരിക്കാനായിട്ടാണ് പറയുന്നത്. അങ്ങനെ അവൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ 3 പയ്യന്മാര് വീണ്ടും ആഡത്തിന്റെ പിറകെ വരും. ആ സമയത്ത് അവനാവട്ടെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഇവരെ പിടിച്ച് തള്ളുമ്പോൾ അവര് ദേ വീഴുന്നു. അതുകൂടാതെ ആഡത്തിന് വളരെ സ്പീഡില് ഓടാനും സാധിക്കുന്നുണ്ടായിരുന്നു. അവന് പോലും അറിയുന്നില്ല തനിക്ക് എന്താ പറ്റുന്നതെന്ന്. അങ്ങനെ ഓടി 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 അവൻ വീട്ടിലേക്ക് എത്തുവാണ്. ആ പയ്യന്മാർ ഇവനെ കിട്ടാത്ത ദേഷ്യത്തില് വീടിന് കല്ലെറിഞ്ഞുകൊണ്ട് പോകുന്നു. ജനലിന്റെ ചില്ല് ഒട്ടി കല്ല് അകത്തേക്ക് വരുമ്പോൾ വീട്ടിലുള്ള ഒരു അറ ഓപ്പൺ ആവുന്നുണ്ട്. അതിനകത്തുള്ള ഒരു ബോക്സ് അവൻ എടുത്തു നോക്കുമ്പോൾ അവന്റെ അച്ഛൻ അമ്മയ്ക്ക് അയച്ച കത്തുകളായിരുന്നു അതില്. അതും മരിച്ചെന്ന് കരുതിയ അവന്റെ അച്ഛൻ കഴിഞ്ഞ ആഴ്ചയും കൂടെ അമ്മയ്ക്ക് കത്ത് അയച്ചത് അവൻ വായിക്കുന്നുണ്ട്. സാധനങ്ങൾ വാങ്ങി തിരികെ എത്തിയ അമ്മയോട് അവൻ ചൂടായി. അമ്മ ഇത്രയും നാൾ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? അച്ഛന്റെ അഡ്രസ് അടക്കം ഇതിലുണ്ടല്ലോ. അച്ഛൻ മരിച്ചു എന്നല്ലേ അമ്മ ഇത്രയും നാൾ എന്നെ വിശ്വസിപ്പിച്ചു വെച്ചിരുന്നേ എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെട്ട് റൂമിൽ പോയ അവൻ അന്ന് രാത്രി ഒരു കാര്യം തീരുമാനിച്ചു. ഇതുവരെ ശരിക്ക് കാണാത്ത അവന്റെ അച്ഛനെ കണ്ടെത്താനായിട്ട് പോകാൻ നിൽക്കുവാണവൻ. അന്ന് രാത്രി ഒടുക്കത്തെ മഴയായിരുന്നു. റോട്ടിലൂടെ നടക്കുന്ന ആഡത്തെ കണ്ട ഒരു ട്രക്കുകാരൻ അവനെ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുന്നു. പക്ഷേ അച്ഛന്റെ അഡ്രസ്സ് നോക്കുമ്പോൾ അത് ഒത്തിരി ദൂരെയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് അമ്മ ഇവിടെ ആഡം ഇല്ല എന്നും അവൻ അച്ഛനെ തെരഞ്ഞു പോയതായിരിക്കാം എന്നുള്ള ഒരു അസംഷനിൽ എത്തുന്നത്. അങ്ങനെ പുള്ളിക്കാരിയും ഇവിടെ നിന്ന് വിടുന്നു. ഈ ട്രക്കുകാരൻ നമ്മുടെ ആഡത്തെ അവൻ പറഞ്ഞ കറക്റ്റ് അഡ്രസ്സിൽ കൊണ്ടുവിട്ടു. പക്ഷെ അവിടെ കാടാണ്. നീ ഒരു കാട്ടുവാസിയാണോ ചെറുക്ക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആഡം ഒരു പരിചയമില്ലാത്ത ആ കാട്ടില് ഒരല്പം പേടിയോടുകൂടിയാണെങ്കിലും കയറി ചെല്ലുവാണ്. അങ്ങനെ പോയ അവൻ ഒരു പാറക്കെട്ടിന്റെ അവിടെ എത്തി. അച്ഛാ, നിങ്ങൾ ഇവിടെ ഉണ്ടോ എന്നവൻ വിളിച്ചു ചോദിക്കുമ്പോൾ ദേ പിറകിലൂടെ ഒരു ചെന്നായ അവനായിട്ട് ഓടിക്കാൻ തുടങ്ങി. ഓടി ഓടി അവൻ റോട്ടിൽ പോയി വീഴും. ആ സമയം മറ്റൊരു ട്രക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ട്രക്ക് അവനെ ഇടിക്കുന്നതിന് മുൻപ് എന്തോ ഒരു ജീവി അവനെ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകും. അതെന്തോന്ന് എന്ന് നോക്കുന്ന ഈ ട്രക്കുകാരൻ ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ അത് ബിഗ് ഫുട്ട് ആണെന്ന് മനസ്സിലായി. പത്രക്കാരോടും പോലീസുകാരോടും ഈ വിവരം വിളിച്ചു പറയുകയും ചെയ്യും ബിഗ് ഫുട്ടിനെ കണ്ടു എന്ന്. ഈ വാർത്ത ഹെയർകോ കമ്പനിയുടെ ചീഫ് സയന്റിസ്റ്റ് കേട്ടു വാലേസിനോട് പറഞ്ഞു. അതിനർത്ഥം ചിലപ്പോ ആ ഹാരിസൺ അവൻ ജീവനോടെ ഉണ്ടെന്നാണെങ്കിലോ. എന്തായാലും ഇത് നേരിട്ട് കണ്ട ആളെ പോയി കാണാമെന്ന് ഇപ്പോൾ വാലേസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവിടെയും ഇവിടെയും ഫുള്ള് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആഡത്തിന്റെ ബാഗ് അവർക്ക് കിട്ടി. ആ ബാഗിന്റെ അഡ്രസ്സ് വെച്ച് ആഡത്തിന്റെ വീട്ടിൽ ഇവരെത്തി. നോക്കുമ്പോൾ അവന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും അമ്മയെ കണ്ടുപിടിക്കാമെന്ന് അവർ വിചാരിക്കുകയാണ്. ആഡത്തെ രക്ഷിച്ചുകൊണ്ട് വന്നത് ബിഗ് ഫുട്ട് ആയിരുന്നു. ബിഗ് ഫുട്ടിനെ കണ്ട ആഡം പേടിച്ചുപോയി. നിങ്ങൾ എന്റെ അച്ഛനെ തിന്നോ? എന്റെ
നിന്റെ അച്ഛൻ ഈ ഭാഗത്താണല്ലോ ജീവിക്കുന്നത് എന്നെല്ലാം ആഡം പറയുമ്പോൾ മോനെ ഞാനാ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ബിഗ് ഫൂട്ട് അവന്റെ അമ്മ അയച്ചു കൊടുത്ത അതുവരെയുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെ കാണിച്ചു കൊടുക്കുവാണ്. മോൻ അച്ഛന്റെ രൂപം കണ്ടില്ലേ, ഇതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും നാള് നാട്ടിലോട്ട് വരാതിരുന്നത്. പിന്നെ അതിന്റെ പിറകില് മറ്റൊരു കാരണം കൂടിയുണ്ട്, വഴിയെ പറഞ്ഞു തരാമെന്ന് അച്ഛൻ പറയുന്നു. ഇവിടെ ആഡത്തിന്റെ അമ്മയായ ഷെല്ലിയെ വാലൈസും കൂട്ടരും പിടിച്ചു വെക്കുന്നുണ്ട്. അവന്റേതായിട്ടുള്ള പെയിന്റിങ്സും കാര്യങ്ങളും അമ്മ അയച്ചു കൊടുത്തതെല്ലാം അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ ഈ ഒരു സ്വഭാവം, അതായത് ബിഗ് ഫൂട്ട് എന്ന ഈ ഒരു DNA ക്യാരക്ടർ ആഡത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് അവന്റെ കാല് വലിപ്പം വെച്ചതും അവന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി കേൾക്കാൻ പറ്റുന്നതും എന്നെല്ലാം അച്ഛൻ പറഞ്ഞു കൊടുത്തു. അതുകൂടാതെ ഇവൻ നേരത്തെ വീണപ്പോൾ അവന്റെ കാലിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ഫൂട്ടിന്റെ ഒരു പവറാണ് ഹീലിംഗ്, അതും അച്ഛൻ അവന് കാണിച്ചു കൊടുക്കുവാണ്. ശേഷം അച്ഛന്റെ ഈ കാട്ടിലെ സുഹൃത്തുക്കളെ കാണിക്കാനായിട്ട് ആഡത്തെ കൊണ്ടുപോകുന്നു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, മോൻ അങ്ങ് ദൂരെയുള്ള എന്തെങ്കിലും ഒന്ന് ശബ്ദം ശരിക്കൊന്ന് ശ്രദ്ധിച്ചു കേട്ട് നോക്കിയേ, അപ്പൊ നിനക്ക് മനസ്സിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റും. അങ്ങനെ ബിഗ് ഫൂട്ടിന്റെ ആ ഒരു പവർ ആഡത്തിനുണ്ടെന്ന് അവന് മനസ്സിലായി. ഇത് മാത്രമല്ല, വേറൊരു കാര്യം കാണിച്ചു തരട്ടെ, മോന് നല്ല സ്പീഡിൽ ഓടാൻ പറ്റും. അങ്ങനെ അവന്റെ കാലുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അവന് സ്പീഡിൽ അച്ഛന്റെ കൂടെ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ ഇത് തന്റെ അച്ഛൻ എന്ന് നമ്മുടെ ആഡം തന്നെ ഉറപ്പിച്ചു. ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റും. അതെങ്ങനെ പറ്റും എന്ന് ആഡം ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. ബിഗ് ഫൂട്ട് പറഞ്ഞു, മോൻ മൃഗങ്ങൾ സംസാരിക്കുന്നത് സ്ലോ ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അത് സത്യമായിരുന്നു. ആഡത്തിനും ഇപ്പോൾ മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റീവ് എന്ന പേരുള്ള ഒരു മരംകൊത്തി, പിന്നെ റാക്കൂൺസ് ആയിട്ടുള്ള ട്രാപ്പറും വീച്ചയും, ഇവര് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ആട്ടോ. വീച്ച ഇപ്പോൾ പ്രഗ്നന്റും ആയിരുന്നു. അങ്ങനെ ഇവരെ കണ്ടുമുട്ടി. അപ്പോഴാണ് വിൽബർ എന്ന കരടി അങ്ങോട്ട് വരുന്നത്. വിൽബറിനെ കണ്ട ആഡം പേടിച്ചുപോയി. അപ്പൊ ബിഗ് ഫൂട്ട് പറഞ്ഞു, ഇതെന്റെ സുഹൃത്താണ്, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. ആ സമയത്താണ് നമ്മുടെ ടീന എന്ന സ്ക്യൂറൽ അവിടേക്ക് വരുന്നത്. ടീന പറഞ്ഞു, ഇവിടേക്ക് മരം വെട്ടുകാർ വന്നിട്ടുണ്ട്. അവന്മാര് വീണ്ടും വന്നു, അവർക്കിട്ടൊരു പണി കൊടുക്കാമെന്ന് ബിഗ് ഫൂട്ടും കൂട്ടരും തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിൽബർ ഈ മരം വെട്ടുകാരിരിക്കുന്നതിന്റെ തൊട്ടു പിറകിൽ വന്ന് ഒളിച്ചിരുന്നു. അവന്മാരെ ആസ്വദിച്ച് ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിൽബറിനെ കണ്ട് ഇവരൊന്ന് പേടിച്ചെങ്കിലും ഇവരവനെ മയക്കുവെടി വെച്ച് വീഴ്ത്തുവാണ്. ഷെടാ, ഇത്രയും വലിയ കരടിയെ നമ്മൾ എളുപ്പം തോൽപ്പിക്കുമെന്ന് ഞാൻ കൂടി ഓർത്തില്ല എന്ന് അവന്മാര് പരസ്പരം പറയുന്നുണ്ട്. അങ്ങനെ സെൽഫി എല്ലാം എടുത്തോണ്ടിരിക്കുന്ന ഇവന്മാരെ നമ്മുടെ വിൽബർ വീണ്ടും എഴുന്നേറ്റ് നിന്ന് പേടിപ്പിച്ചു. ട്രാപ്പറും വീച്ചയും ഒരുപാട് പൈൻകോട് ഇവന്മാരുടെ ദേഹത്തേക്ക് എറിഞ്ഞു. അങ്ങനെ ഇവരെ ഓടിച്ചു വിട്ടു. ഇനി മേലാൽ അവന്മാരിങ്ങോട്ട് വരത്തില്ല എന്നും പറയുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ട ആഡം വളരെ ഹാപ്പി ആയിട്ട് അച്ഛന്റെ കൂടെ നടക്കുകയാണ്. കാട്ടിലുള്ള ഈ കാര്യങ്ങളെല്ലാം വിട്ട് അച്ഛന് നാട്ടിലോട്ട് വരാൻ തോന്നിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ കാണാനൊക്കെ തോന്നും, പക്ഷെ നിങ്ങളുടെ സുരക്ഷയാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് അച്ഛൻ പറയുവാണ്. അദ്ദേഹം അത് പറയുന്നതിന് പിന്നിലും ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വഴിയേ അറിയാം. അങ്ങനെ ആഡത്തിന്റെ കൂടെ ബിഗ് ഫൂട്ട് ഒരുപാട് ദൂരം ഇങ്ങനെ കാട്ടിൽ എക്സ്പ്ലോർ ചെയ്ത് നടക്കും. ശേഷം അവനെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തോട്ട് വരും. പിന്നീട് അച്ഛന്റെ കഥകളൊക്കെ ആഡം ചോദിച്ചറിയുന്നുണ്ട്. ബിഗ് ഫൂട്ട് ആവട്ടെ അവൻ ഇങ്ങനെ പുതിയതായിട്ട് പുള്ളി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു ഗിറ്റാർ പോലത്തെ സംഗതി എല്ലാം വെച്ച് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്തെല്ലാം കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇദ്ദേഹം പണ്ട് ഹെയർകോ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ ജീനിൽ മ്യൂട്ടേഷൻ സംഭവിച്ച് ഇദ്ദേഹത്തിന്റെ ദേഹത്ത് ഹെയറുകൾ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ ഈ എബിലിറ്റി ചൂഷണം ചെയ്യാനാണ് വാലൈസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയം വാലൈസ് ഇപ്പോ ആഡത്തിന്റെ അമ്മയെ പിടിച്ചു വെച്ചേക്കുവാണ്. എന്നിട്ട് അവരെവിടെയാണെന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ തന്തപ്പിടിയും മോനും ഒരേപോലെ പടമാവും എന്നെല്ലാം പറഞ്ഞ് അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. ഇവരിയ്ക്കുന്ന റെസ്റ്റോറന്റിന്റെ വെളിയിലായിരുന്നു ട്രാപ്പറും വീജയും ഫുഡ് തേടി വന്നത്. ഇവരെ കണ്ടതും ഇത് ബിഗ് ഫൂട്ടിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയ വീജയും ട്രാപ്പറും ബിഗ് ഫൂട്ടിനോട് ഇക്കാര്യം പറയാനായി വരുന്നു. ബിഗ് ഫൂട്ട് ആവട്ടെ, എന്റെ ജീൻ ഉപയോഗിച്ച് അവർ സെറം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുത്തിവെക്കുന്നവർക്ക് വേറെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ദേഹം മുഴുവൻ രോമം വരും, അതുകൊണ്ട് ഞാനതിന് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രാപ്പറും വീജയും ഇവരുടെ ഭാര്യ അവിടെ അകപ്പെട്ട വിവരം അറിയുന്നത്. അമ്മയ്ക്ക് അപകടം പറ്റിയെന്നറിഞ്ഞ ആഡം ഉടനെ തന്നെ വാലൈസിനെ പോയി കാണുകയാണ്. അങ്ങനെ വാലൈസും ആളുകളും ഇവനെ പിടിച്ചു വെക്കും. ആഡം ആവട്ടെ ഇവര് കേൾക്കാൻ വേണ്ടി അച്ഛൻ ഇരിക്കുന്ന സ്ഥലം ഒരു ഫാൾസ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളത്തിൽ നനഞ്ഞു കുളിച്ച് അവര് ആഡത്തെ പിടിച്ച് നേരെ വണ്ടിയിലോട്ട് കയറ്റും. അങ്ങനെ ഈ വണ്ടി ഓടിച്ചിരുന്ന വാലൈസ് ഒരുപാട് ദൂരെ എത്തിയപ്പോൾ ഒരു സ്ലോപ്പിന്റെ അവിടെ നിന്ന് ചാടി ഇറങ്ങിയിട്ട് നമ്മുടെ ആഡത്തെ മാത്രം ആ വണ്ടിയിലിരുത്തി അങ്ങോട്ട് വിടും. ഇത് കണ്ടുവരുന്ന നമ്മുടെ ബിഗ് ഫൂട്ട് മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കായിരിക്കും. അപ്പോഴേക്ക് ഇങ്ങേരുടെ ആളുകൾ അവിടെ തീയും വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആഡത്തെ രക്ഷപ്പെടുത്തിയ നമ്മുടെ ബിഗ് ഫൂട്ടിനെ ഈ വാലൈസിന്റെ ആളുകൾ വന്ന് പിടിച്ചോണ്ട് പോവാണ്. അച്ഛാ പോവല്ലേ എന്നും പറഞ്ഞ് പിറകെ ഓടിയ ആഡത്തെ അപ്പോഴേക്ക് വിൽബർ പിടിച്ചു വെച്ചു. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ആഡത്തിനും അത് ആപത്തായിരുന്നു.
അങ്ങനെ വിൽബർ ആഡം ഉണരുമ്പോ പറയുന്നുണ്ട്, അച്ഛനെ നമുക്ക് കണ്ടെത്താം, നീ തനിച്ചല്ല, അദ്ദേഹം ഞങ്ങളുടെയും കൂടെ ലൈഫിൽ ഒരു പാർട്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ആരും എന്താ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല, പക്ഷെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പലതും പറ്റും. നമ്മൾ എല്ലാവരും കൂടി നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്താനായി ഇപ്പൊ തന്നെ ആ മുടിയന്റെ അടുത്തോട്ട് പോവാണെന്ന് നമ്മുടെ വിൽബർ പറയുന്നു. അവനും ഭയങ്കരമായി ആത്മവിശ്വാസം വരുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ ബിഗ് ഫൂട്ടിനെ കെട്ടിവെച്ചിട്ടുള്ള വാലൈസ്, നിനക്ക് ഇപ്പോഴും സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ നിന്റെ DNA ഉപയോഗിക്കുന്ന കാര്യത്തില്? ഇനിയിപ്പോ നിന്റെ സമ്മതം ആർക്ക് വേണം, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ നിന്റെ DNAs എടുത്ത് ഉപയോഗിക്കാം, സെറം ഉണ്ടാക്കാം, വിൽക്കാം എന്നെല്ലാം പറയുന്നു. ഇതേ സമയം നമ്മുടെ ആഡവും വിൽബറും കൂട്ടരും എല്ലാവരും കൂടി ഇവിടെ ഹെയർകോ എന്ന കമ്പനിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന വണ്ടിയില് അവരറിയാതെ കയറാനുള്ള ശ്രമത്തിലാണ്. ഇവന്മാർ നോക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റക്കായി. ഡ്രൈവർമാർ താഴെ ഇറങ്ങി നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല, അവർ വണ്ടിയെടുത്തു. ഇതേ സമയം ആഡവും കൂട്ടരും ഇതിന്റെ പുറത്തുണ്ടായിരുന്നു എന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ചീഫ് സയന്റിസ്റ്റ് ബിഗ് ഫൂട്ടിന്റെ DNA-യിൽ നിന്ന് ഒരു സെറം ഉണ്ടാക്കി അതിപ്പോ ആ ട്രെയിനിയുടെ ദേഹത്ത് കുത്തിവെക്കുമ്പോൾ അങ്ങേർക്ക് അത്രയ്ക്ക് വലിയ മുടിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹെയർകോ കമ്പനിയിലേക്ക് ഇപ്പൊ നമ്മുടെ ആഡവും കൂട്ടരും കൂടി നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അവിടെയുള്ള സെക്യൂരിറ്റി ക്യാമറകളെല്ലാം തന്നെ സ്റ്റീവിനോട് കുത്തിപ്പൊട്ടിക്കാനായിട്ട് നമ്മുടെ ആഡം ആവശ്യപ്പെട്ടു. അവൻ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് എവിടെയാണ് അച്ഛനെ ഇവര് പൂട്ടി വെച്ചേക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി. അങ്ങനെ സ്റ്റീവ് ഓരോ സ്ഥലത്ത് ഈ കുത്തിപ്പൊട്ടിക്കൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തൂടെയൊക്കെ തന്നെ ഇവർ അകത്തോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് ഉള്ളേരിയയിലെത്തി. പക്ഷെ ഉള്ളിലെത്തിയപ്പോഴേക്ക് സെക്യൂരിറ്റികൾ ഇവരെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആഡവും കൂട്ടരും നേരെ ഇവിടുത്തെ സെക്യൂരിറ്റി റൂമിലേക്ക് എത്തി. അങ്ങനെ ആ സെക്യൂരിറ്റിയെ മയക്കി വീഴ്ത്തിയതിന് ശേഷം ഇവിടെ കുറച്ച് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള ആയുധങ്ങളും കാര്യങ്ങളും ഇവർ കൈക്കലാക്കി. അന്നേരത്തേക്ക് ഈ സെക്യൂരിറ്റികൾ അവിടേക്ക് വരുന്നുണ്ട്. ആഡം ആദ്യം ഫ്രണ്ടിൽ ഇറങ്ങി ഓടിപ്പോയി. അതിന്റെ പിന്നാലെ ഈ സെക്യൂരിറ്റികളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആഡത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ എല്ലാ മൃഗങ്ങളെയും ഇവന്മാർ പിടിച്ചു വെക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ടീന ഷോക്കടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയും കൊണ്ട് ഇങ്ങോട്ട് വരും. പക്ഷേ അവൾക്ക് ഇവനെ കുറച്ചു നേരം മാത്രമേ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ആഡം ഇവിടുന്ന് രക്ഷപ്പെട്ട് നേരെ ബിഗ് ഫൂട്ടിന്റെ അടുത്തെത്തി. അച്ഛാ, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ, മോന് ബിഗ് ഫൂട്ട് എന്ന കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളത് ഇതുവരെ ഇവർക്ക് അറിയത്തില്ല, അത് നീയായിട്ട് അറിയിക്കരുത്, മോൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എന്ന് ബിഗ് ഫൂട്ട് പറയും. പക്ഷെ അപ്പോഴേക്ക് വാലൈസ് അവിടെ എത്തിയിട്ടുണ്ടാവും. വാലൈസ്, നിന്റെ അച്ഛനെ ഞാൻ വെറുതെ വിടണമെങ്കിൽ നീ എന്തായാലും പൈസ ഉണ്ടാക്കാനായി എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നു. ആഡം ആവട്ടെ ഒരു ബുദ്ധി പ്രയോഗിക്കാനായി വാലൈസിന്റെ കൂടെ പോകുമ്പോൾ മൃഗങ്ങളെല്ലാവരും അവൻ നമ്മളെ ഒറ്റിക്കൊടുക്കുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ ആഡം നമ്മുടെ വാലൈസിനെയും കൂട്ടരെയും ഒരിടത്ത് അടച്ചിടും. എന്നിട്ട് എമർജൻസി ഫയർ എല്ലാം ഓൺ ആക്കി വിടും. ഇത് കേൾക്കുന്ന സെക്യൂരിറ്റി ആവട്ടെ ഇവാക്വേഷൻ എന്ന പ്രോസസ് ഓണാക്കി വാലൈസിനെയും തൂക്കിയെടുത്തോണ്ട് വെളിയിലോട്ട് പോകുന്നു. ഈ തക്കത്തിന് ആഡം മൃഗങ്ങളെയൊക്കെ പുറത്തിറക്കും. അതിനുശേഷം അച്ഛന്റെ അടുക്കലേക്കും പോകും. അങ്ങനെ അച്ഛന്റെ അടുത്തെത്തിയിട്ട് അച്ഛനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിൽ നമ്മുടെ ആഡം ചോദിക്കും, അതെന്താ അച്ഛനെ പോലെ ഞാൻ ആവാത്തേന്ന്? അത് നിന്റെ ഭാഗ്യമാണെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് അമ്മയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് വാലൈസിന്റെ ആൾക്കാര്. ഇവിടെ ഈ ആൾക്കാരാണ് ബാത്റൂമിൽ നമ്മുടെ ആഡം വെട്ടിയിട്ട മുടി കണ്ട് ആഡത്തിന് ബിഗ് ഫൂട്ട് എബിലിറ്റി ഉണ്ടെന്നുള്ളത് വാലൈസിന്റെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ നമ്മുടെ ആഡവും ബിഗ് ഫൂട്ടും വെളിയിലിറങ്ങാൻ നേരത്തായിരുന്നു വാലൈസ് ഇക്കാര്യം കണ്ടെത്തിയത്. പുറത്തിറങ്ങുന്നതിന് മുൻപായിട്ട് ഇവരുടെ കമ്പനി തന്നെ നശിപ്പിക്കണം, ഈ മെഷീനും നശിപ്പിച്ച് കളയണം എന്ന് ബിഗ് ഫൂട്ട് പറയുന്നു. അങ്ങനെ അക്കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച് ഇവർ ഒരുവിധം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വാലൈസ് വന്ന്, എടോ തന്റെ ദേഹത്ത് മുഴുവൻ രോമമാണ്, പക്ഷേ എനിക്ക് തലയിൽ മാത്രമല്ലേ രോമം വേണ്ടുള്ളൂ, അതിന് ഏറ്റവും നല്ലത് തന്റെ മകനാണ്, അവനെ കൊണ്ട് ഞങ്ങളിഞ്ഞ് പരീക്ഷണം ചെയ്തോളാം എന്നും പറഞ്ഞ് ബിഗ് ഫൂട്ടിനെ ഇവിടെ വലിയൊരു പാലത്തിന്റെ മുകളിൽ നിന്ന് ഈ വാലൈസ് തള്ളി താഴെയിടും. ആ സമയം ആഡം അവന്റെ കയ്യിലെ ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് ഇങ്ങേരുടെ കമ്പനി മുഴുവൻ പൊട്ടിത്തെറിപ്പിച്ച് പാലത്തിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടും. താഴെ തളർന്നു കിടക്കുന്ന അച്ഛനെ അവൻ ഒരുപാട് നേരം വിളിക്കും. പക്ഷെ അച്ഛൻ അനങ്ങുന്നുണ്ടാവില്ല. അന്നേരം ആഡം തന്റെ ബിഗ് ഫൂട്ട് എബിലിറ്റിയിൽ പെട്ട ഹീലിംഗ് കഴിവ് ഉപയോഗിക്കുകയാണ്. അത് അവനും ഉപയോഗിക്കാനായി പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ബിഗ് ഫൂട്ട് എണീക്കും. മകൻ തന്നെ രക്ഷപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം തോന്നും, അഭിമാനം തോന്നും. അദ്ദേഹത്തിന്റെ മൃഗക്കൂട്ടുകാരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അന്നേരം വാലൈസ് വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ അവിടേക്ക് ചാടി ഇറങ്ങിയ ആഡത്തിന്റെ അമ്മ അങ്ങേരെ ഒരൊറ്റ തെറിപ്പിക്കലിന് അവിടെ നിന്ന് പറപ്പിക്കും. അങ്ങനെ അങ്ങേരെ ഇപ്പൊ പോലീസ് പിടിക്കും. ഇപ്പൊ നമ്മുടെ ആഡത്തിന്റെ വീട്ടില് ഇവര് മാത്രമല്ല കേട്ടോ, ബിഗ് ഫൂട്ടിന്റെ ഫ്രണ്ട്സ് ആയ എല്ലാവരും ഉണ്ട്. രാവിലെ വിളിച്ചുണർത്താൻ സ്റ്റീവ്, പേസ്റ്റ് എടുത്തു തരാൻ ടീന, അമ്മയ്ക്ക് അടുക്കളയിൽ കൂട്ടായിട്ട് അച്ഛനും, അതുകൂടാതെ നമ്മുടെ ട്രാപ്പറും വീച്ചയും, ചുമ്മാ കിടന്നുറങ്ങാൻ വേണ്ടി വിൽബർ. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ആഡത്തിന്റെ വീട് ഇപ്പോൾ ഹൗസ്ഫുൾ ആയിരിക്കാണ്.
എന്തായാലും അവനിപ്പോ സെക്യൂരിറ്റിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. ഈ 3 പയ്യന്മാര് വരുമ്പോഴേ വിൽബറും കൂട്ടരും വന്ന് ഞങ്ങളുടെ ചെക്കനെ തൊട്ട വിവരം അറിയും എന്നും പറഞ്ഞ് ആ 3 പയ്യന്മാരെയും അവിടെ നിന്ന് ഓടിപ്പിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ആഡത്തിന്റെ ലവ് ഇൻട്രസ്റ്റ് ആയ എമ്മ അങ്ങോട്ട് വരികയാണ്. എന്താ മോനെ, നീ ആകെ ലുക്കിലും സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെയുള്ള കഥ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് എമ്മയുടെ കൂടെ നമ്മുടെ ആഡം സ്കൂളിലേക്ക് പോവാണ്. ഇപ്പൊ അവന് വലിയ കാൽപാദമുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള വിഷമമൊന്നുമില്ല. കാരണം അവനും ഒരു ബിഗ് ഫുട്ട് ആണെന്ന് അവനും മനസ്സുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിലെ ഹാപ്പിയായ ഒരു സീനോട് കൂടിയാണ് 2017 പുറത്തിറങ്ങിയ ദ സൺ ഓഫ് ബിഗ് ഫുട്ട് എന്ന മനോഹരമായ ഈ ഒരു അഡ്വഞ്ചറസ് മൂവി അവസാനിക്കുന്നത്. നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് ദ ബിഗ് ഫുട്ട് ഫാമിലി. ഇത് ഈ മൂവിയുടെ, അതായത് സൺ ഓഫ് ബിഗ് ഫുട്ടിന്റെ സെക്കൻഡ് മൂവിയാണ്. നമ്മളത് ഫസ്റ്റ് ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് മൂവി ഇതാണ്. ഇവിടെയാണ് എല്ലാ തുടക്കവും ഉള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാം കേട്ടോ. കൂട്ടുകാര് കുറേ പേര് ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് മിസ് ആവാതിരിക്കാനും പിന്നെ നമുക്കൊരു സപ്പോർട്ടും കൂടിയാണല്ലോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്പീഡായി കഥ പോകുന്നുണ്ട്, പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയാട്ടോ. നമുക്ക് എല്ലാ വീഡിയോസിനും നമുക്ക് പോസിറ്റീവ് റെസ്പോൺസും അതുപോലെ തന്നെ നെഗറ്റീവ് റെസ്പോൺസും കിട്ടണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനൊക്കെ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണ്ട കൂട്ടുകാര് പേരുകൾ കമൻസ് ആയിട്ടിടാം. ഇപ്പോൾ കൂട്ടുകാരുടെ പേരുകളാവാം, ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, കസിൻസ്, അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ആരുടെ പേരുകൾ വേണമെങ്കിലും നിങ്ങൾ കമൻസ് ആയിട്ടിടാം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോയിലൂടെ വിഷസ് അറിയിക്കേണ്ട കൂട്ടുകാർ, ഇപ്പോൾ ആനിവേഴ്സറി വിഷസ്, ബർത്ത്ഡേ വിഷസ്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷസുകളൊക്കെ അറിയിക്കേണ്ട കൂട്ടുകാർ എന്നാണ് ഡേറ്റ്, അതായത് ഇപ്പോൾ ബർത്ത്ഡേ ആണ്, ആനിവേഴ്സറി ഒക്കെ ആണെങ്കിൽ എന്നാണ് ആ ഒരു ഡേറ്റ് എന്നുള്ളതും അതുപോലെ ആരെയാണ് വിഷ് ചെയ്യേണ്ടത് എന്നുള്ളതും ജസ്റ്റ് കമൻസ് ആയിട്ട് പറയാം. ഈ ഒരു പരിപാടിയുടെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് വേണം കേട്ടോ പറയാൻ. കുറേ നാളുകൾക്ക് മുൻപ് പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ ഡേറ്റിന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാണോ ഇവന്റ് വരുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മളോട് കമന്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താ, പിന്നെ നമ്മൾ സെക്കൻഡറി ചാനലിൽ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഡോഗി മൂവീസ് ഒക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം. ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വെക്കേഷൻ ആയിട്ട് എന്തൊക്കെയാ പരിപാടി എന്നുള്ളത് കമന്റ്സ് ആയിട്ട് പറയാം. സോ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.